വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ക്ഷണം. ഇന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ കത്ത് ലഭിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ പേരുൾപ്പെടുത്തിയാണ് കേന്ദ്രത്തിന് കത്ത് നൽകിയതെന്നും ചടങ്ങിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ടി.വി. പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ടി.വി. പ്രസാദ്, നമ്മൾ ഇന്ന് രാവിലെ ഈ വാർത്ത കൊടുത്തിരുന്നു. കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ല എന്നുള്ള വാർത്ത. ഇന്നിപ്പോൾ ആ വാർത്തയെ തുടർന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായി. നമ്മൾ വി.എൻ. വാസവനോട് തന്നെ നേരിട്ട് ചോദിച്ചു. ആ സാഹചര്യത്തിലാണോ ഇപ്പോൾ വൈകിയാണെങ്കിലും ഇന്നലത്തെ തീയതിയിട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് കത്തെത്തിച്ചിരിക്കുന്നത്? ടി.വി. പ്രസാദ്. അരുൺ, വിഴിഞ്ഞം പദ്ധതിയെ ചൊല്ലി LDFും UDFും ഉള്ള തർക്കം എന്നുമുള്ളതാണ്. ആരാണ് വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശി എന്നുള്ളതാണ് ഇരു മുന്നണികളും ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഉമ്മൻചാണ്ടി സർക്കാരാണ് പ്രധാനമായും വിഴിഞ്ഞത്തിന് വേണ്ടി പ്രവർത്തിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇത് UDFന് അവകാശപ്പെട്ടതാണെന്നും UDF കോൺഗ്രസ് നേതൃത്വം എല്ലാവരും പറയുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷമാണ് വിഴിഞ്ഞം പൂർത്തിയാക്കുന്നത്. വലിയ ഒരു ആശയത്തോടു കൂടിയാണ് ഈ സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഇടതുമുന്നണി നേതാക്കളും പറയുന്നതോടുകൂടി വിഴിഞ്ഞത്ത് നടക്കുന്ന ഓരോ പരിപാടികളും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. അങ്ങനെ തന്നെയാണ് മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി വരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടും വി.ഡി. സതീശനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്ന വിവാദം ഇന്ന് രാവിലെയാണ് കത്തിത്തുടങ്ങിയത്. പ്രധാനമായും രമേശ് ചെന്നിത്തലയും UDF കൺവീനർ MM ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം സർക്കാരിന്റെ ഈ നടപടിയെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ വി.എൻ. വാസവനും അതുപോലെ തന്നെ മറ്റ് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും അതിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. അതായത് കേരള സർക്കാരൊന്നും ചെയ്യേണ്ട കാര്യമല്ല, കേരള സർക്കാർ കൊടുത്ത പട്ടികയിൽ വി.ഡി. സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ അത് വലിയ വിവാദമായി. കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും എല്ലാവരും ഏറ്റെടുത്തതോടുകൂടി എന്തായാലും ഉച്ച തിരിഞ്ഞ് വി.ഡി. സതീശനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം വരികയാണ് ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ വി.ഡി. സതീശൻ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വി.ഡി. സതീശൻ പട്ടികയിൽ ഇല്ലാതിരുന്നപ്പോഴും സ്ഥലം MP-യും ടി.വി. പ്രസാദ്. അങ്ങനെ പ്രതിപക്ഷ നേതാവിനും കത്ത് നൽകിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതിലാണ് ഇനി ആകാംക്ഷ.